ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും അലോട്ട്മെന്റിന്റെ പ്രോസസ്സിന്റെ ഒക്കെ തിരക്കിലായിരിക്കും. അപ്പൊ വീഡിയോ കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാം. എങ്കിലും ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് തെറ്റായ രീതിയിൽ അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അവരൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സയൻസ് എടുക്കുന്ന ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ബയോളജി സയൻസ് എടുക്കണോ, ഏതാണ് നല്ലത്, ഏതാണ് ഇന്നത്തെ ടോപ്പിക്. ആദ്യം തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയാം. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസും എല്ലാം ഈക്വൽ ഒരേ സബ്ജക്റ്റാണ്. ഒരു സബ്ജക്റ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. കമ്പ്യൂട്ടർ സയൻസിൽ ഓഫ്കോഴ്സ് കമ്പ്യൂട്ടർ പഠിക്കേണ്ടി വരും, ബയോളജി സയൻസിൽ ബയോളജി പഠിക്കേണ്ടി വരും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദിയോ മലയാളം, അതൊക്കെ തന്നെയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ ഏത് കോഴ്സിന് പോകണം എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിപ്പോൾ എടുക്കുന്ന കോഴ്സ്. പൂർണ്ണമായിട്ടും ഡിപ്പെൻസ് ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒക്കെ ഡിപ്പെൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് നിങ്ങളിപ്പോൾ ഇപ്പോഴേ നിങ്ങളെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ എഞ്ചിനീയറിംഗിനാണ് പോകുന്നത്, വേറെ ഒന്നിലോട്ടും പോകുന്നില്ല. ഓഫ്കോഴ്സ് എഞ്ചിനീയറിംഗാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫുള്ള് മാത്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതാണ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് നമ്മൾ C++ പഠിക്കും, ജാവാസ്ക്രിപ്റ്റ് പഠിക്കും. ഒരു ബേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബയോളജി സയൻസ് ഓഫ്കോഴ്സ് ബയോളജി സയൻസ് പഠിച്ച് നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോവാം. പക്ഷേ ബയോളജി സയൻസ് പഠിച്ച് വരുന്ന ഒരാളും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വരുന്ന ഒരാളും എന്തായാലും ഒരു ഡിഫറൻസ് ആണ്. അയാൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വരുന്ന ആൾ ഒരു ബേസും കൊണ്ടാണ് വരുന്നത്. മറ്റേ ആള് ബയോളജി എത്ര പഠിക്കുന്ന ആളായാലും ബയോളജി സയൻസ് പഠിച്ചിട്ട് ആള് ആദ്യം ഒക്കെ ഫസ്റ്റ് ടൈം ഒക്കെ നല്ല സ്ട്രഗിൾ ചെയ്യും. സോ അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മുൻഗണന ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മാറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ ഇഷ്ടമാണോ? ഇത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓഫ്കോഴ്സ് നിങ്ങൾ ട്രെൻഡിലൊക്കെ നിങ്ങൾ ബയോളജി പഠിച്ച ആ സബ്ജക്റ്റിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബയോളജി സയൻസ് എടുക്കാം. അതേപക്ഷം ബയോളജി പഠിക്കാൻ പാടായിട്ടുള്ള ഒരാൾ ദയവ് ചെയ്ത് പോയി ബയോളജി സയൻസ് എടുക്കരുത്. ബയോളജി നല്ല അഡ്വാൻസ് രീതിയിൽ പഠിക്കാനുണ്ട്. ബോട്ടണി, സോളജി ആയിട്ട് രണ്ട് ഇതായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് 10 പഠിച്ചത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആൾമോസ്റ്റ് അതിനെക്കാട്ടി നല്ല ടഫായിട്ടാണ് ബയോളജി വരുന്നത്. എല്ലാ വാക്കും ഓൾമോസ്റ്റ് മറ്റേ നമുക്ക് നോർമൽ വേർഡ്സ് ഒന്നുമല്ല, എല്ലാ സയന്റിഫിക് നെയിംസിലാണ് പേരൊക്കെ വരുന്നത്. സോ ബയോളജി ഒരാൾക്കാർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പ്ലസ് 1 പ്ലസ് 2 ബയോളജി എളുപ്പമാണെങ്കിൽ വേറൊരാളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓൾവേസ് ഇറ്റ്സ് ടഫ്. ബട്ട് എനിക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത് കോഴ്സ് കമ്പ്യൂട്ടറാണ് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. പക്ഷെ നിങ്ങൾ മെഡിസിൻ MBBSനോ നേഴ്സിങ്ങിനോ ഒക്കെ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ബയോളജി സയൻസ് തന്നെ എടുക്കണം. കാര്യം വെച്ചാൽ ബയോളജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ബട്ട് ബയോളജി സയൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബയോളജി സയൻസ് എടുത്താൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ എന്തിനൊക്കെ ഉണ്ടോ എല്ലാത്തിനും പോവാം. നിങ്ങൾ എഞ്ചിനീയറിംഗിന് തന്നെയാണ് പോകാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബയോളജിക്കാളും ബെറ്റർ കമ്പ്യൂട്ടർ പഠിക്കുന്നതായിരിക്കും. ബെറ്റർ എന്നല്ല, അങ്ങനെ തന്നെയാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. കമ്പ്യൂട്ടർ പഠിക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫീൽഡ് തൊടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. ട്രയൽ അലോട്ട്മെന്റ് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. സോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കോഴ്സ് മാറ്റുന്നെങ്കിൽ മാറ്റാം. എഞ്ചിനീയറിംഗ് തന്നെയാണ് പോകുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഓഫ് കോഴ്സ് ബെറ്റർ. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പൊ തന്നെ ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ ബേസിക് ലെവലൊക്കെ പഠിക്കും. പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 C++ പഠിക്കും, ജാവാസ്ക്രിപ്റ്റ് പഠിക്കും. അതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിനാണ് പോകുന്നതെങ്കിൽ അവിടെ അപ്പോഴേ ഒരു ബേസ് ക്രിയേറ്റ് ആവണം. നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. നിങ്ങൾ എഞ്ചിനീയറിംഗിനാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ബയോളജി പഠിക്കുന്നതുകൊണ്ട് ഒരു ഉപയോഗമില്ല, ഒരു യൂസ് ഇല്ലാതായി പോകും നിങ്ങൾ ബയോളജി സയൻസ് എടുത്താൽ. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം എടുക്കുക. ഇപ്പോഴൊരു ഡിസിഷൻ എടുത്തിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ബയോളജി സയൻസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി കാണും. അപ്പൊ അത്രയൊക്കെ ഉള്ളടാ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എടാ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമേ, സബ്സ്ക്രൈബ്.